ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ, അപ്പോൾ എല്ലാവരും കുസാറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടൊക്കെ നിൽക്കുകയായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്നൊക്കെ അലോട്ട്മെന്റ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ്, തേർഡ്, റിയൽ ടൈം, സ്പോട്ട്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ 24-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. പിന്നെ 24-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലോ ഓൾ ഇന്ത്യ മെറിറ്റിലോ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതിന്റെ ഫസ്റ്റ് സെമ്മിന്റെ ഫീസ് ആയിരിക്കും അടയ്ക്കേണ്ടത്. ഇപ്പൊ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ അറൗണ്ട് ഒരു 30K വരും, ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ ഒരു 50K വരും, NRI ആണെങ്കിൽ അതൊരു 70+ ഒക്കെ പോകും. സോ നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അതിന്റെ ഫസ്റ്റ് സെമ്മിലെ ഫീസ് അടച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ സെക്കൻഡിലും തേർഡിലും കൺസിഡർ ചെയ്യത്തുള്ളൂ. 27-ാം തീയതി 27-ാം തീയതി 3 ദിവസം ഫീസ് അടയ്ക്കാൻ ടൈമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, സെക്കൻഡിലും തേർഡിലും കൺസിഡർ ചെയ്യും. അടുത്ത 3-ാം തീയതി ആയിരിക്കും, ഇപ്പൊ ഈ മാസം ജൂൺ അല്ലേ, അടുത്ത ജൂലൈ 3-നായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. 3 തൊട്ട് 6 വരെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ആണ്. അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 10-നായിരിക്കും. 10 തൊട്ട് 13 വരെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ്, 3 ദിവസം ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ്. പിന്നെ കുസാറ്റ് ആണ്, അതുകൊണ്ട് ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അവർ തന്നെ ഇറക്കിയതാണ്, ഒഫീഷ്യലാണ്. പക്ഷെ എന്നിരുന്നാലും അവർ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും ഇടയ്ക്കൊക്കെ എപ്പോഴും ഒന്ന് കുസാറ്റിന്റെ വെബ്സൈറ്റ് ഒന്ന് കയറി എപ്പോഴും ഒന്ന് സെർച്ച് ചെയ്യുന്ന നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കീം അത്യാവശ്യം ലേറ്റ് ആവുന്നുണ്ട്. കീം എന്തായാലും റാങ്ക് ലിസ്റ്റ് ഒക്കെ ഈ വീക്കൊക്കെ, വീക്കല്ല, ഈ അവസാനം ലാസ്റ്റ് മന്തൊക്കെ ആവും എന്നൊക്കെ പറയുന്നത്. ഈ മാസം അവസാനമൊക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. സോ സ്കീം വരാൻ വേണ്ടി കുസാറ്റുകാർ വെയിറ്റ് ചെയ്ത് നിൽക്കും. സോ അവര് ഡേറ്റിലൊക്കെ ചിലപ്പോൾ മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ ചാനൽ, വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. സോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പം വീഡിയോ സ്പോട്ടിൽ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ബാക്കി നോക്കാം. പിന്നെ 14-ാം തീയതി സ്പോർട്സ് കോട്ടയിലുള്ളവരൊക്കെ, സ്പോർട്സ് കോട്ട സീറ്റ് ഉള്ളവർക്ക് റിയൽ ടൈം അലോട്ട്മെന്റ് ആണ്, അത് ഓഫ്ലൈൻ ആണ്. അവിടെ 14-ാം തീയതി അവരൊരു ടൈം പറയും, ആ ടൈമിൽ ക്യാമ്പസിൽ പോയി അലോട്ട്മെന്റിൽ നോക്കാവുന്നതാണ്. പിന്നെ ഈ 1 തൊട്ട് 3 വരെ തേർഡ് അലോട്ട്മെന്റ് വരെ കിട്ടിയവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. 14-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ഈ 3 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ക്യാമ്പസിൽ പോയി, കൊച്ചി ക്യാമ്പസിൽ പോയി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് CC TC ഇതെല്ലാം വേണം. ഇൻ കേസ് TC ഒക്കെ കിട്ടാത്തവരാണെങ്കിൽ ഒരു വെള്ള പേപ്പറിന് മറ്റോ എഴുതി ഒരു അപേക്ഷയായിട്ടൊക്കെ അവിടെ കൊടുത്ത് പിന്നെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സീൻ ഉണ്ടാവുന്നതല്ല. സത്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ കീമൊക്കെ നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ മേടിച്ച് വയ്ക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ മാക്സിമം ഒറിജിനൽ കൊടുക്കാതെ കോപ്പി കൊടുക്കാൻ നോക്കുക. കോപ്പി കൊടുത്തിട്ട് ഒരു അപേക്ഷ ഇങ്ങനെ കാര്യമുണ്ട്, അതും കൂടെ കീമും കൂടെ നോക്കുന്നുണ്ട്, സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി ഒരു അപേക്ഷയും കൂടെ കൊടുത്ത് കൂടുതലും കോപ്പീസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 3 ദിവസമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉള്ളത്. പിന്നെ റിയൽ ടൈം കൗൺസിലിംഗ് ആണ് കേട്ടോ. 3 അലോട്ട്മെന്റ് കഴിഞ്ഞ് പിന്നെ കുസാറ്റിൽ ഒരു റിയൽ ടൈം കൗൺസിലിംഗ് ഉണ്ട്. റിയൽ ടൈം 17 തൊട്ട് 18 വരെ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമാണ്. നമ്മൾ 3 അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞ് ഇതിനെ രജിസ്റ്റർ ചെയ്യാതിരിക്കരുത്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. റിയൽ ടൈം അലോട്ട്മെന്റ്, പിന്നെ ഫസ്റ്റ് റിയൽ ടൈം അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ല, ഒരു റിയൽ ടൈം അലോട്ട്മെന്റ് ആണ്. 19-ാം തീയതി ആണ്. 19-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ ഫീസ് അടയ്ക്കാനുള്ള ടൈമാണ്. അത് ഓൺലൈൻ ആയിരിക്കും, ഓൺലൈൻ ആയിരിക്കും. അത് കഴിഞ്ഞ് അവർ സ്പോട്ട് അഡ്മിഷൻ ആണ് ഈ റിയൽ ടൈം ഫസ്റ്റ്, റിയൽ ടൈം സെക്കൻഡ്, റിയൽ ടൈം തേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഇയർ വരെ ഒരു റിയൽ ടൈം അലോട്ട്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവർ സ്പോട്ടൊക്കെ പിന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്തവണ റിയൽ ടൈം അലോട്ട്മെന്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് സ്പോട്ടാണ്. അത് 23-ാം തീയതിയാണ്. 23-ാം തീയതി 3000 വരെ ഉള്ള റാങ്കുകാർ, 25-ാം തീയതി 6000 വരെ ഉള്ളവർ, 26-ാം തീയതി 6000 to 9000, 28-ാം തീയതി 9000 to 14000, 29-ാം തീയതി ബാക്കിയുള്ളവർ. ഇത്രയും പേര് അവർ പറയുന്ന ടൈമിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഓഫ്ലൈൻ വഴിയായിരിക്കും, ഒരു ഓൾമോസ്റ്റ് ഒരു സ്പോട്ട് പോലെയൊക്കെ ആയിരിക്കും അഡ്മിഷൻ. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് റിയൽ ടൈം വരുന്നത് 30-ാം തീയതി ആയിരിക്കും. റിയൽ ടൈം അലോട്ട്മെന്റിന്റെ സെക്കൻഡ് സ്പോട്ട് വരുന്നത് 4-ാം തീയതി 1 to 5000. ഞാൻ ഇതിന്റെ രീതിയിൽ കൂടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. 5-ാം തീയതി 5000 to 9000, 6-ാം തീയതി ആവുമ്പോൾ 9000 to 13000, 7-ാം തീയതി ആവുമ്പോൾ 13000 to 19500.
പിന്നെ തേർഡ് സ്പോട്ട് വരുന്നത് 11-ാം തീയതി 1 ടു 7,000, 12-ാം തീയതി 7,000 ടു 13,000, 13-ാം തീയതി 13,000 ടു 19,000 ബാക്കി. അപ്പോൾ ഈ ഡേറ്റ് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നും നീളാൻ ചാൻസ് ഇല്ല. ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും ബാക്കി ഈ തേർഡ് അലോട്ട്മെന്റ് വരെയൊക്കെ സ്പോട്ടൊക്കെ ഉള്ള സ്പോട്ടിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത്. ഇത് കഴിഞ്ഞ് ഇനിയും സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ അവരൊരു പിന്നെ ഒരു സ്പോട്ട് വിളിച്ച് ആ സീറ്റ് ഫില്ലിംഗ് ഒക്കെ നടത്തുന്നതാണ്. പിന്നെ ഓരോ സ്പോട്ട് കഴിയും തോറും വെബ്സൈറ്റിൽ നിന്ന് ഏതൊക്കെ കോഴ്സിന് എത്രയൊക്കെ സീറ്റ് ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം വരും. എല്ലാം ഈ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ അലോട്ട്മെന്റ് നിങ്ങൾ ഏത് പ്രിഫറൻസ് ഓർഡറിന് വേണം അലോട്ട്മെന്റ് വെക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇപ്പൊ CS സ്റ്റേറ്റ് മെറിറ്റ് വെച്ച്, രണ്ടാമത് CS ഓൾ ഇന്ത്യ മെറിറ്റ്, മൂന്നാമത് EC സ്റ്റേറ്റ് മെറിറ്റ്, 4 EC ഓൾ ഇന്ത്യ മെറിറ്റ് വെച്ചെന്ന് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് EC ഓൾ ഇന്ത്യ മെറിറ്റ് കിട്ടിയെങ്കിൽ താഴോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയി പോകുന്നതാണ്. പിന്നെ സെക്കൻഡിലും തേർഡിലും മണ്ടയിലോട്ടുള്ള നിങ്ങൾ ഹയർ ഓപ്ഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ചാണ് അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് വെക്കാനുള്ളത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കിപ്പോൾ EC സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ ഫീസ് അടയ്ക്കാനുള്ളത് ഒരു അറൗണ്ട് 30K. ഫീസ് ലാസ്റ്റ് ഇയറിനേക്കാളും കുറച്ചും കൂടി ഫീസ് ഹയർ വന്നിട്ടുണ്ട്, ഒരു 2,000-3,000 വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുസാറ്റിലെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കറക്റ്റ് ഫീസ് എത്രയെന്ന് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ECയുടെ സ്റ്റേറ്റ് മെറിറ്റാണ് ഫസ്റ്റ് കിട്ടിയെന്ന് വെച്ചോ. നിങ്ങളപ്പോൾ ഒരു അറൗണ്ട് 30K അടച്ചാൽ മാത്രമേ സെക്കൻഡിലും തേർഡിലും നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ആയപ്പോഴത്തേക്ക് CS ഓൾ ഇന്ത്യ മെറിറ്റ് കിട്ടി. അപ്പോൾ CS ഓൾ ഇന്ത്യ മെറിറ്റ് ഫീസ് വരുന്ന ഒരു അറൗണ്ട് 50K, 50-55K ആണ്, 50-55,000 രൂപ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 30 കഴിഞ്ഞ് ബാക്കിയുള്ള ഫീസ് അടയ്ക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് തേർഡിൽ പിന്നെയും CS സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയെങ്കിൽ ആ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഇതിപ്പോഴും അറിഞ്ഞുകൂടാത്ത തോനെ ആൾക്കാരുണ്ട്, സോ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തോനെ പേര് കീമും കുസാറ്റ് അല്ലാതെ വേറെ ഒരുപാട് കോളേജൊക്കെ നോക്കുന്നവരുണ്ട്. അവരൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഈ JEE, ഐസർ ഇതൊക്കെ എഴുതിയവരുണ്ട്. അവരൊക്കെ സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് കുസാറ്റ് ലോക്ക് ചെയ്ത് വെക്കും, ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് സീറ്റ്. അപ്പൊ അവരുടെ അടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് സീറ്റ് വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ, റീഫണ്ട് കിട്ടും. പക്ഷെ ആ പൈസ വെച്ച് ബാക്കി കീമിന്റെയോ ബാക്കി പ്രൊസീജിയേഴ്സിന് സെറ്റാക്കാന്നും പറഞ്ഞ് നിൽക്കരുതാരും. വേറെ ഫണ്ട് കരുതി വെക്കണം. കാര്യം എന്ന് വെച്ചാൽ കുസാറ്റിന്റെ റീഫണ്ട് കിട്ടാൻ നല്ല ലേറ്റ് ആവും. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് എങ്ങനെ പോയാലും ഒരു സെപ്റ്റംബർ പകുതിയോണ്ടൊക്കെ ആവുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. സോ വേറെ കുസാറ്റ് അല്ലാതെ വേറെ നോക്കുന്നവരും കുസാറ്റിലെ ഫീസ് റീഫണ്ട് ഫീസ് ആശ്രയിച്ചിരിക്കരുത്. അത് കിട്ടുമ്പോൾ ലേറ്റ് ആവും. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ്.